എല്ലാവർക്കും പിങ്കീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കൾക്കും മുതിർന്നവർക്കും ഒക്കെ മഴക്കാലത്ത് നല്ല ചുമയും പനിയൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് അകറ്റി നിർത്താനായിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാറുള്ള ഒരു പൊടിക്കൈ മരുന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഹെൽത്തിയും ആണ്, നാച്ചുറലും ആണ്, യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഞവരയിലയും തുളസി ഇലയുമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഔഷധ ഗുണത്തെപ്പറ്റി എത്ര പറഞ്ഞാലും തീരില്ല, അത്ര മാത്രം ഉണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്ത വാഴയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വാഴയുടെ നാരും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കെട്ടിക്കൊടുക്കാനാണ്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വാഴയിലയിലേക്ക് ഞവരയിലയും തുളസിയിലയും വെച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അധികം ഞവരയിലയും തുളസിയിലയുമാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ 2 കുഞ്ഞുമക്കൾക്കും നല്ല ചുമയും പനിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞേ ഉള്ളൂ എങ്കിൽ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. ഇനി നമുക്കിത് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പൊതി നമ്മുടെ ഒരു ദോശ തവ വെച്ചിട്ട് അത് ഫ്ലെയിം ഓൺ ചെയ്ത് അതിന് മുകളിലേക്ക് നമ്മുടെ ഈ ഒരു പൊതി വെച്ച് കൊടുക്കുവാണ്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ വാഴയില ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇലക്കോട്ട് എടുത്ത് ഈ ഒരു ദോശത്തവയുടെ മുകളിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഒരു അടപ്പ് വെച്ച് മൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആവി കയറി ഇലകളൊക്കെ വാടി കിട്ടും. ഇതിപ്പോൾ നമ്മുടെ ഇലയുടെ ഒരു സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സൈഡിലേക്ക് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗവും കൂടി ഒന്ന് ചൂടാകട്ടെ. അങ്ങനെ 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ അടപ്പ് വെച്ചൊന്ന് മൂടി കൊടുക്കുവാണ്. അപ്പോൾ ഈ ആവിയിലിരുന്ന് തന്നെ ആ ഇലയൊക്കെ നന്നായിട്ട് വാടി കിട്ടും. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയ ശേഷം ഞാൻ എടുത്തു. ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിൻ പരിപാടി. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ആവിയിൽ ആ ഒരു മരുന്നിൻ്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും നല്ല ചൂടാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ആവി പറക്കുന്നുണ്ട്. ഇലയെല്ലാം നല്ല വാടി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഴയിലയിൽ നിന്നും നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഇലയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഗോകർണമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കുവാണ്. ജസ്റ്റ് തൊടുമ്പോൾ തന്നെ അതിൻ്റെ നീരൊക്കെ വേഗത്തിൽ വീഴും കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിൽ ഓൾമോസ്റ്റ് നീരും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേനും കൂടി ആഡ് ചെയ്യുവാണ്. ഇപ്പോൾ തേനില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. തേൻ ഒഴിച്ചത് കൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതായിട്ടോ നമ്മുടെ നാച്ചുറൽ മെഡിസിൻ. ചില കുട്ടികൾക്ക് മരുന്ന് കുടിക്കാൻ വളരെ പാടാണ്. ഇതാകുമ്പോൾ കുഞ്ഞുമക്കളൊക്കെ വേഗത്തിൽ തന്നെ കുടിച്ചോളും. അപ്പോൾ ചുമയും പനിയൊക്കെ ഉള്ള സമയങ്ങളിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ബെസ്റ്റ് റിസൾട്ടാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഇതൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബായ്.